ഇതൊന്ന് കേട്ടു നോക്കൂ. അനുമോള് ഈ സ്വേച്ഛാധിപത്യം എന്നുള്ള അർത്ഥം എന്താന്ന് പോലും അറിയാതെ ആ ഒരു ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് നിന്ന് തന്നെ കംപ്ലീറ്റ്ലി ഔട്ടായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെയും അനുമോള് ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. കേട്ടു നോക്കൂ. നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ വ്യക്തികളും പറഞ്ഞത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞതാണ് ഇവിടെ നിൽക്കുന്ന പലരും. അതെ, പക്ഷേ ഇവിടെ ബിഗ് ബോസ് പല റൂൾസും കൊണ്ടുവന്നിട്ട് അതൊന്നും മര്യാദയ്ക്ക് ചെയ്യാതെ അതിനെ ബ്രേക്ക് ചെയ്ത കുറെ ടീംസ് ആണ് ഈ നിൽക്കുന്നത്. ചപ്പാത്തി കളി. ഞാൻ ചപ്പാത്തി മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ബിഗ് ബോസിന് അറിയാം. എനിക്ക് ബിഗ് ബോസിന് മാത്രം അറിയിച്ചാൽ മതി, ജനങ്ങളെ അറിയിച്ചാൽ മതി. അല്ല, നിങ്ങളെ പോലുള്ളവരെ അറിയിക്കേണ്ട ഒരു ആവശ്യം. ചൊറിയാനോ മാന്താനോ ഒന്നും ഞാൻ പോയിട്ടില്ല. വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അനുമോളുടെ മെക്കെട്ട് കയറുന്ന കുറെ വ്യക്തികൾ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ലവ് ട്രാക്ക്, 23 വയസ്സുള്ള ഒരു പയ്യനെ 30 വയസ്സായി ഞാൻ എന്തിനു പ്രേമിക്കണം? സി ട്രിഗർ ചെയ്യാൻ അവർ കൂടെയുള്ള ഹൗസിൽ കൂടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരിക്കും. പക്ഷേ ആ സ്പോട്ടിൽ വന്ന് നിൽക്കുമ്പം നമുക്ക് എന്താ സബ്ജക്റ്റ് തന്നിട്ടുള്ളതെന്ന് നമ്മൾ വിട്ടു പോകാതെ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കണം. അതാണ് കഴിവ്, അതാണ് ഗെയിം, അതാണ് റിയൽ ഗെയിം. പക്ഷേ അനു അതൊന്നും ചെയ്യുന്നില്ല. വെറുതെ ഇമോഷണലായിട്ട് ഹൗസിലുള്ളവരെ കുറ്റം പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കേൾക്കൂ. ഇത്തിരി നേരത്തെ പറഞ്ഞു അനുമോള് റെസ്പെക്റ്റോടെ സംസാരിക്കുള്ളൂ. ഇപ്പം യൂസ് ചെയ്ത ആ ഒരു ആക്ഷനും ആ ഒരു സംസാരവും കേട്ടോ. അനുമോള് പറയുന്നതൊന്നും അല്ല ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ കാര്യം.